മക്കളെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ +1 എത്തിയിട്ട് നീറ്റ് പഠിച്ചു തുടങ്ങിയ മക്കൾക്കും അതുപോലെ തന്നെ +2 പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്കും ആൻഡ് വേണമെങ്കിൽ റിപ്പീറ്റേഴ്സിനും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. ഓക്കെ, അതായത് നമ്മളിങ്ങനെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് നീറ്റ് പോലെയുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിച്ചു തുടങ്ങുമ്പം നിങ്ങളെ മെയിനായിട്ട് വലയ്ക്കുന്ന അല്ലെങ്കിൽ പ്രശ്നത്തിലാക്കുന്ന 3 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സിലബസ് ഭയങ്കര കൂടുതലാണ് അല്ലേ? നമ്മൾ നീറ്റിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസ് ഭയങ്കര ഡെപ്ത് ഉള്ളതല്ല, പക്ഷേ അത് ഭയങ്കര വൈഡായിട്ടുള്ള സിലബസ് ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ +1 +2 ഒക്കെ പഠിക്കുന്ന മക്കളാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വേണം എന്ത് ചെയ്യാൻ, നീറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും എനിക്ക് സമയം കുറച്ചാണുള്ളത് അല്ലേ. പിന്നെ വരുന്നൊരു പ്രശ്നമാണ് മെമ്മറി ഇഷ്യൂസ്. ഞാനിതിപ്പോൾ ഏറ്റവും കൂടുതൽ +1 +2 നമ്മുടെ ബാച്ചിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, മിസ് ഒന്നും തലയിൽ നിൽക്കുന്നില്ല, ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല അല്ലേ. ആൻഡ് മൂന്നാമത്തെ കാര്യമാണ് ഓവർ തിങ്കിങ്. ഓക്കെ, ഈ 3 പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് സിലബസ് ഭയങ്കരമാണ്, നമുക്ക് പഠിക്കാൻ സമയമില്ല എന്നുള്ളത്. അതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആകെ കുറച്ച് വായിക്കുക. കുറച്ച് വായിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും അല്ലെ, ഏതൊരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും എന്താണ്, നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബുക്സ് അവൈലബിൾ ആണ് അല്ലേ. ഒത്തിരി ബുക്സ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നമ്മൾ പല പല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, അത് നമ്മളിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും നീറ്റിന് റാങ്ക് വാങ്ങിക്കണം എന്നാണ്. അപ്പോൾ നീറ്റിന് റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ പഠിക്കണം എന്നാണ് പലരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ആക്ച്വലി കുറേ പഠിക്കുകയല്ല ചെയ്യേണ്ടത്, ഉള്ള സിലബസ് വൃത്തിയായിട്ട് പഠിച്ച് അത് പല തവണ റിവൈസ് ചെയ്യാണ് വേണ്ടത്. അതിന് പകരം നമ്മുടെ കുട്ടികൾ, അപ്പം നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പഠിക്കുന്നത് ഈ ബുക്കായിരിക്കും. അപ്പം ഞാനും ആ ബുക്ക് പഠിക്കണ്ടേ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ബുക്ക് വാങ്ങിക്കും. നമ്മൾ വേറെ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ വേറെ ബുക്സ് പറയും, നമ്മൾ അത് വാങ്ങിക്കും. അല്ലെങ്കിൽ അവർ പറയുന്ന ക്ലാസ് നോക്കും. നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ അവർ വേറെ പറയും. അങ്ങനെ നമുക്ക് എല്ലാം കൂടെ നമ്മുടെ കയ്യിൽ ഒരു ബണ്ടിൽ ഓഫ് ബുക്സ് ഉണ്ടാകും. ഇതൊക്കെ കൂടെ ഞാനിനി എങ്ങനെയാണ് പഠിച്ചു തീർക്കുക അല്ലേ. അപ്പോൾ ഒന്നുമിട്ട് നമുക്ക് പഠിക്കാനും പറ്റില്ല, അത് നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയവും കൂടെ ഇല്ലാതാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. അതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് NCERT-യിലാണ്. പക്ഷേ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ നീറ്റ് എന്ന് പറയുന്നത് NCERT +1 +2 ബേസ്ഡ് ആണ്. +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അപ്പോൾ പഠിക്കുന്ന ഫസ്റ്റ് ഡേ ഒന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണമെന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഉണ്ടാവില്ല. അതിപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും നമ്മളുടെ ഇപ്പോൾ +2 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ +1 നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഒരു ഭയങ്കരമായിട്ട് കൺസേൺഡ് ആണ് ഈ പുതിയ ടേംസൊക്കെ എങ്ങനെ പഠിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ടീച്ചേഴ്സ് നമ്മളെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണ്, പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞിറങ്ങിയ ആൾക്കാർ പറയുമ്പോൾ കുറച്ചുകൂടി സമാധാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കമൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ +2 മക്കളാണെങ്കിലും നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത്, ഫസ്റ്റ് ടൈം പഠിക്കുമ്പോൾ നമുക്കൊന്നും ഓർമ്മ നിൽക്കില്ല. ഇത് റിവിഷനിലൂടെ മാത്രമേ നമ്മുടെ ഈ ഒരു ഷോർട്ട് ടേം മെമ്മറി എന്തായിട്ട് മാറുള്ളൂ, ലോങ് ടേം മെമ്മറി ആയിട്ട് മാറുള്ളൂ. അതിന് നമ്മളെ പല തവണ ആ കോൺസെപ്റ്റ് കേൾക്കണം. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ NCERT-യിൽ സ്റ്റിക്ക് ചെയ്യുക. അതിലെ കാര്യങ്ങൾ ലൈൻ ബൈ ലൈൻ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് മോർ ടൈം റിവൈസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒന്നും തന്നെ അല്ലേ നമ്മളുടെ മെമ്മറിയിൽ നിൽക്കാത്തതിനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് അല്ലേ. മെമ്മറി ഇഷ്യൂസ് നിങ്ങൾക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളവിടെ ബൈ ഹാർട്ട് ചെയ്യാതെ പകരം മിസ് പറയാറുണ്ട് നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കുക. അപ്പോഴാണ് മക്കൾ ചോദിക്കുക, എങ്ങനെയാണ് മിസ് കോൺസെപ്റ്റ് പഠിക്കുക, അല്ലെ ഇത് കാണാതെ പഠിക്കണോ, ഇത് ഫുള്ള് പഠിക്കണോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ കോൺസെപ്റ്റ് ലേണിങ്ങും പ്ലസ് റിവിഷനാണ് വേണ്ടത്. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതേപോലെ നമ്മൾ ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ്, അതിൻ്റെ കൂടെ ഓക്കെ നിങ്ങൾ ഈ കോൺസെപ്റ്റ് ലേണിങ്ങിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ മിസ് പറയുകയാണ്, ഇപ്പോൾ നമ്മളുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്തുണ്ട്, നമ്മൾക്ക് ഒരു ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ. അതെന്താണ്? അപ്പോൾ ഞാൻ ആ കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് നമ്മളുടെ ഡയറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ ഓർഗാനിസം, അപ്പം നമുക്ക് കണ്ണിൽ കൂടെ കാണാൻ പറ്റാത്തൊരു സാധനം, അതിൻ്റെ സെൽ വാൾ ഇങ്ങനെ റിവർ ബെഡിൽ അല്ലെങ്കിൽ കടലിനടിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി അതിങ്ങനെ ഒരു വലിയ ഹീപ്പായിട്ട് മാറുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക.
ഒരു മണൽക്കൂന ഇമാജിൻ ചെയ്യുക. ആ സാധനമാണ് ഡയറ്റമേഷ്യസ് എർത്ത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലൊരു ഇമേജ് കിട്ടിയോ ഈ ഡയറ്റംസിൻ്റെ സെൽ വാൾ എന്തോ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടിഞ്ഞുകൂടി ഒരു വലിയ മല പോലെ ആയത്? കിട്ടിയിട്ടുള്ളവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, യെസ് കിട്ടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി. ബൈ ഹാർട്ട് ചെയ്യോ അല്ലാതെ എല്ലാം കാണാതെ പഠിക്കുകയോ ഒന്നും വേണ്ട. ഓക്കെ, അവിടെ തീരും നിങ്ങളുടെ മെമ്മറി ഇഷ്യൂസ്. ബാക്കിയെല്ലാം ഇരിക്കുന്നത് റിവിഷനിലാണ്. മിസ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എത്ര തവണ ആ കോൺസെപ്റ്റ് കേൾക്കുന്നോ അത്രയും നിങ്ങളുടെ മെമ്മറിയിൽ കാര്യങ്ങൾ നിൽക്കും. ഇനി മൂന്നാമത്തത്, ഇതിൻ്റെ എല്ലാം പ്രശ്നം ഓവർ തിങ്കിങ് ആണ്. ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അല്ലേ. നിങ്ങൾ അമർ അക്ബർ ആൻ്റണി എന്ന് പറയുന്ന ഒരു മലയാളം മൂവി ഉണ്ട്. ഓക്കെ, അമർ അക്ബർ ആൻ്റണി. അപ്പം ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. എന്ത് പറഞ്ഞാലും അതിന് നെഗറ്റീവ് പറയുന്ന അല്ലെ. എന്നിട്ട് നമ്മൾ അതിനകത്തല്ല എല്ലാവരും പറയാറുണ്ട്, നീ ഒരു ദുരന്തമായി പോയല്ലോ അല്ലേ. നമ്മളുടെ ഇടയിൽ ഉണ്ടാകും എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയും. ഇപ്പം നമ്മളൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, ഓ ഈ ഡ്രസ്സ് നിനക്ക് ഭയങ്കര ഇറുകിയാണല്ലോ ഇരിക്കുന്നത്. വേറൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, ഓ ഇത് അവിടെ ഇവിടെയൊക്കെ നിനക്ക് കാണുന്നുണ്ടല്ലോ. വേറൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, ഇത് നിന്നെ ഭയങ്കര തടിച്ചതിനും പോലെ തോന്നിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കമൻസ് തരുന്ന പല ആൾക്കാരും ഉണ്ടാവും. അപ്പം നമ്മളേക്കും, ഓ നീ എന്തൊരു ദുരന്ത, നീ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറയണേ അല്ല, ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് അവിടെ കംഫർട്ടബിൾ ആയിരിക്കാൻ പറ്റുമോ, ഇങ്ങനെ ചിന്തിച്ച് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ അവരെ ഇങ്ങനെ പറയും, നീ ഒരു ദുരന്തമാണല്ലോ, നീ ഒരു നെഗറ്റീവ് ആണല്ലോ, നീ എന്തിനാ ഇത്രത്തോളം ചിന്തിക്കുന്നത്, നീ ഭയങ്കര ഓവർ തിങ്കിങ് ആണല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മളുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ദുരന്തമായിട്ട് മാറുന്ന നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ. നിങ്ങൾ പ്രിപ്പറേഷന് മുൻപ് തന്നെ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്, അയ്യോ എനിക്ക് കിട്ടുമോ, എനിക്ക് ടെസ്റ്റ് എഴുതിയാൽ മാർക്ക് ഉണ്ടാവോ, എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കില്ലല്ലോ. ഇത് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ നിങ്ങളാണ് എന്തായി മാറുന്നത്, ഇങ്ങനെ നെഗറ്റീവായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, അങ്ങനെ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അങ്ങനെ ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് മിസ്സിൻ്റെ അർച്ചന മിസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിന് മുൻപ് അത് നമ്മൾ എന്തിനാ ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണം അല്ലേ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചിന്തിക്കുക, അത് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ റിസൾട്ട് കിട്ടുന്നു, നിങ്ങൾ എക്സാം നന്നായിട്ട് എഴുതുന്നു, നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടുന്നു, ആ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ കാര്യങ്ങൾ സംഭവിക്കും. പകരം നിങ്ങൾ ഇങ്ങനെ ഒരു ദുരന്തമാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ. എനിക്ക് മാർക്സ് കുറവായിരിക്കുമോ, ഞാൻ എക്സാം ക്രാക്ക് ചെയ്യുമോ, എനിക്ക് നീറ്റ് റാങ്ക് കിട്ടുമോ, ഈ സംശയങ്ങൾ നിങ്ങളെ എവിടെ എത്തിക്കില്ല. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ആരും ഓവർ തിങ്ക് ചെയ്യരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ നീറ്റിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.